കഴിഞ്ഞ മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായിരുന്നു. ഇന്ത്യയുടെ ആയുധങ്ങളോട് പിടിച്ചു നിൽക്കാൻ പോലും പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾക്കോ മിസൈലുകൾക്കോ ഡ്രോണുകൾക്കോ പോലും സാധിച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്നും തോറ്റ യുദ്ധത്തിന്റെ പെരുമ പറഞ്ഞ് വീമ്പിളക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾക്കായി തന്നെ മറ്റ് രാജ്യങ്ങൾ മത്സരിക്കുകയാണ് എന്നും എല്ലാവരും അത് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എന്നതാണ് ഷെഹബാസ് ഷെരീഫ് പറയുന്നത്. എന്നാൽ സത്യാവസ്ഥ ലോകം കണ്ടതാണ്. ആയതിനാൽ തന്നെ പാക് പ്രധാനമന്ത്രി ഒരു മയത്തിൽ വേണം തള്ളാൻ എന്നതാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ പാകിസ്ഥാൻ JF-17 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ മറ്റു മുസ്ലിം രാജ്യങ്ങളോട് പോലും അഭ്യർത്ഥിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. തങ്ങൾ ഇതിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതപ്പെടുന്നത്. എന്നാൽ മിക്ക രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചതല്ലാതെ ഈ യുദ്ധവിമാനം വാങ്ങാനുള്ള കരാറിൽ ഇന്ന് വരെ ഒരു രാജ്യവും ഒപ്പിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം 1971 യുദ്ധത്തിന് പകുതിയായി തന്നെ അത് രാജ്യത്തിന്റെയും നഷ്ടം നേരിട്ടിട്ടും വിജയിച്ചു എന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാന് പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ യാതൊരു മടിയുമില്ല എന്നതാണ് വാസ്തവം. ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനിടെ 9 ഭീകര കേന്ദ്രങ്ങൾ നശിച്ചിരുന്നു. 11 വ്യോമതാവളങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് ആക്രമണത്തിനും കുറഞ്ഞത് 6 മുതൽ 7 വരെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും ശേഷം അവർ യുദ്ധത്തിൽ ജയിച്ചുവെന്ന് പറയുന്നതിൽ വലിയ സംശയം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അത്ഭുതം ഇതിൽ വരാനില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴതാ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ 100-ലധികം തവണ US-നോട് അവിടെ അപേക്ഷിച്ചതായി തന്നെ US സർക്കാർ ഫയലുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പതിവ് പോലെ തന്നെ ഇസ്ലാമിക് രാജ്യം കള്ളം പറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ സൈനിക ആ വിജയത്തെ തുടർന്നുകൊണ്ട് പാകിസ്ഥാന്റെ പ്രതിരോധ ഉൽപാദനം അത് ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറയുന്നത്. കൂടാതെ തന്നെ പാകിസ്ഥാൻ JF-17 യുദ്ധവിമാനങ്ങൾ പല രാജ്യങ്ങൾക്കും വിറ്റതായും ഇവിടെ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം പാകിസ്ഥാൻ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 100-ലധികം തവണ അപേക്ഷിച്ചതായി തന്നെ US ഫയലുകൾ വെളിപ്പെടുത്തിയതിനെ തുടർന്നുകൊണ്ട് വലിയ നാണക്കേട് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ നേതാക്കൾ യുദ്ധവിമാനം വിൽപ്പനയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നതാണ് രാഷ്ട്രീയ വിദഗ്ധർ കരുതുന്നത്. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾക്കുള്ള ആഗോള ആവശ്യം വർദ്ധിച്ചുവെന്നും പല രാജ്യങ്ങളും വിലയെ അവിടെ താരതമ്യത്തോടു കൂടി തന്നെ പാകിസ്ഥാനുമായി ഇടപഴകുന്നുണ്ട്, അതായത് വലിയ താല്പര്യത്തോടു കൂടി തന്നെ പാകിസ്ഥാനുമായി ഇടപഴകുന്നുണ്ട് എന്നും ഇവിടെ പ്രസ്താവന നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വികസനം പ്രതിരോധ ശേഷികളെ ശക്തിപ്പെടുത്തുകയും ദേശീയ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് ഷെഹബാസ് ഷെരീഫ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഫെഡറൽ ക്യാബിനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കവെയാണ് പാകിസ്ഥാൻ വ്യോമസേന തൈമൂർ സംവിധാനം വിജയകരമായി തന്നെ വിക്ഷേപിച്ചുവെന്ന് ഷെഹബാസ് ഷെരീഫ് പറയുന്നത്. കൂടാതെ തന്നെ പാകിസ്ഥാൻ നാവികസേന LY-18 സംവിധാനം വിജയകരമായി പരീക്ഷിച്ചുവെന്നും ഇതിലൂടെ തന്നെ വലിയ രീതിയിലുള്ള വീമ്പിളക്കലാണ് നടത്തിയിരിക്കുന്നത്. തുടർന്ന് ഈ നേട്ടങ്ങളിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.